ശ്രീ പി വി അൻവർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. താങ്കൾ ഈ വിഷയങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നതിനു പകരം അങ്ങ് ഇതേപോലെ കാത്തിരുന്ന് മുഖ്യമന്ത്രിക്ക് ഇതേപോലെ പരാതി നൽകിയിരുന്നുവെങ്കിൽ, പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നെങ്കിൽ താങ്കൾ ഉദ്ദേശിച്ച ഫലം കാണുമായിരുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? മാധ്യമങ്ങളിലൂടെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ അങ്ങ് ഈ ശ്രമം തിരഞ്ഞെടുത്തത് എന്തിനാണ്? പാർട്ടി സംഘടനാ മെഷീനറിയിലുള്ള അവിശ്വാസതയാണോ? അതല്ല മുഖ്യമന്ത്രിയോട് അത് പറഞ്ഞാലും അത് പതിവ് പല്ലവി പോലെ ഒടുവിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അറിഞ്ഞത് ഹൈജാക്ക് ചെയ്യുമെന്നുള്ള ഭയമാണോ ശ്രീ പി വി അൻവർ? അല്ല, അതിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇതിനപ്പുറം ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക്, നേതാക്കൾക്ക്, ഈ ഗവൺമെൻറ് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർക്ക്, അവർക്കൊക്കെ പറയാനുള്ള ഒരു കാര്യമാണിത്. പക്ഷേ അവർക്കൊന്നും പറയാൻ ഉള്ള ഒരു വേദി സത്യത്തിൽ ഒരുക്കപ്പെട്ടിട്ടില്ല. പലരും ഇതിൽ നിന്ന് പലരോടും സൂചനകൾ നടത്തി പിന്മാറിയവരാണ്. കാരണം ആരെന്ത് ഉന്നയിച്ചാലും, ഈ ഉന്നയിക്കുന്നതൊക്കെ പൊതുപ്രശ്നവും ഇപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളുമാണല്ലോ. ഇതെല്ലാം ചെന്നെത്തുന്നത്, ഈ പരാതികളൊക്കെ ചെന്നെത്തുന്നത് എവിടെയാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മേശപ്പുറത്താണ്. അദ്ദേഹമാണിത് അനലൈസ് ചെയ്ത് അതിനൊരു കുറിപ്പുണ്ടാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നടക്കുന്നില്ല, അതിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നില്ല. പാർട്ടിയിൽ ഇതൊരു ഗൗരവതരമായ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാൻ പാർട്ടിയുടെ താഴേക്കടയിലുള്ള ലീഡർഷിപ്പിന് കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനതൊന്നും ഓർത്തിട്ടില്ല അരുൺ. ഞാനിതിൻ്റെ വരും വരായികളെക്കുറിച്ചൊന്നും ഓർക്കുന്നില്ല. ഇതിപ്പോൾ എന്താ അറിയാം അരുൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട് നിലനിൽക്കണം, ഈ സാമൂഹിക നീതി ഈ നാട്ടിൽ നടപ്പിലാക്കണമെന്ന ജനങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇതൊന്ന് കുലുങ്ങും, അതിപ്പോൾ കുലുങ്ങി, ഇനി ഇതൊന്ന് കലങ്ങും, നന്നായിട്ട് കലങ്ങും, എന്നിട്ട് അതൊന്ന് തെളിയും. ആ തെളിച്ചത്തിനാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. ആ തെളിച്ചത്തിൽ ഈ ഗവൺമെൻറ്റിന് അധികാരത്തിലെത്തിയ ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ ചെങ്കൊടി പതാക ഉയർന്നു പാറും എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട അരുൺ ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ പി വി അൻവർ, അങ്ങ് എപ്പോഴെങ്കിലും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി സംസാരിച്ചിരുന്നു? ഈ വിഷയം പി ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അങ്ങ് ശ്രമിച്ചിരുന്നു? എപ്പോഴെങ്കിലും അവസാനമായി സംസാരിച്ചത് ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് അദ്ദേഹത്തെ സംസാരിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങേക്കിത് പി ശശിയോട് നേരിട്ട് പറയാമായിരുന്നില്ലേ? ഒരു ഇടതുപക്ഷ MLA എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി സംസാരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഞാൻ അരുൺ അദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദമുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോഴും എനിക്ക് സൗഹൃദത്തിനൊരു കുറവില്ല. ആ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ശശിയേട്ടനെ കണ്ട് ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ നോക്കാം MLA എന്ന് പറയും, ശരിയാവും MLA എന്ന് പറയും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നോ എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ഞാൻ കൃത്യമായി നടക്കുന്നില്ല, ഒന്നും നടന്നിട്ടില്ല. അത് വാസ്തവല്ലേ? പി വി അൻവർ MLA, ഞാൻ വളരെ സ്ട്രെയിറ്റായി ചോദിക്കുകയാണ്. ഈ താങ്കളുടെ ഈ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് വളരെ ശ്രദ്ധാപൂർവം ശശിധരൻ SP-ക്കെതിരെ താങ്കൾ ഒരു പോലീസിൻ്റെ ഒരു യോഗത്തിൽ വെച്ചുള്ള ഒരു വിമർശനത്തോടു കൂടിയാണ് ഏറ്റവും അടുത്ത് വരുന്നത്. അതിനു മുമ്പ് താങ്കൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു, നിരന്തരം താങ്കളുടെ പ്രാദേശികമായി പോലീസുകാരുമായിട്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ എനിക്കറിയാം. അതിൽ ഈ ചെങ്കൽ ക്വാറി ഉടമകളുമായും അവിടുത്തെ തൊഴിലാളികളുമായും അവിടുത്തെ മോട്ടോർ വാഹന തൊഴിലാളികളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലതവണ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അതിനകത്തൊന്നും പോലീസ് പ്രതികരിക്കാത്തൊരു ഘട്ടത്തിലാണ് താങ്കൾ നേരിട്ട് SP-ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഒറ്റയാൾ പോരാട്ടമാണ് കാണുന്നത്. ആ ചെങ്കല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പരാതികൾ താങ്കൾക്ക് പോലീസിനെതിരെ ജനങ്ങളിൽ നിന്ന് കിട്ടി. ആ വിവരമൊക്കെ അറിയിച്ചു. പക്ഷേ അതൊന്നും പോലീസ് മുഖവിലക്കെടുത്തില്ലെന്ന് മാത്രമല്ല, താങ്കളെ കൂടി അപഹസിക്കുന്ന തരത്തിൽ, ഒരു MLA എന്ന നിലയിൽ താങ്കളെ പരിഹസിക്കുന്ന തരത്തിലാണ് പിന്നീട് പോലീസിൻ്റെ പെരുമാറ്റം ഉണ്ടായത്. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ് അരുൺ, 100% ശരിയാണ്. മാത്രമല്ല അരുൺ മനസ്സിലാക്കണം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്കാണ് ഈ ലൈഫിൽ വീട് കൊടുത്ത് നൽകുന്നത്. അരുണൊന്ന് പരിശോധിച്ച് നോക്കണം. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ 16-21 പിണറായി ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയത് നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്ത് ഇടതുപക്ഷമാണെന്ന് ഭരിച്ചത്. 1000-ഓളം വീടുകൾ നൽകി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയത്. ഈ രണ്ടാം ഗവൺമെൻറ്റിലും ആ അവാർഡ് വാങ്ങണമെന്ന് ആഗ്രഹിച്ച കാരണം എന്താ? ആ അവാർഡ് വാങ്ങുന്നത് പ്രശസ്തിക്കല്ല, പി വി അൻവറിനല്ല അവാർഡ്. പരമാവധി വീടുകൾ ഈ സാധുക്കൾക്ക് കൊടുക്കണം.
എല്ലാ പഞ്ചായത്തിലും LDF ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും ഞാൻ പഞ്ചായത്ത് ബോർഡിനെ നിർബന്ധിക്കുന്നത് പഞ്ചായത്തിൻ്റെ വിഹിതം ഏറ്റവും കൂടുതൽ നിങ്ങൾ ലൈഫ് പദ്ധതിയിലേക്ക് മാറ്റിവെക്കണമെന്നാണ്. അത് നിലമ്പൂർ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. നിലമ്പൂർ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ 500 തൊട്ട് 800 വരെ വീടുകൾക്ക് വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്. UDF വെക്കുന്ന പഞ്ചായത്ത് അരുണ് ഇപ്പോൾ ആളെ വീട് മലപ്പുറത്തുനിന്ന് UDF ഭരിക്കുന്ന 4 പഞ്ചായത്തുകളിൽ 200-ന് താഴെയാണ് വീടിന് അവർ എന്താ പറയുക പണം വെച്ചിട്ടുള്ളത്. ആ പഞ്ചായത്തുകളെ പ്രസിഡന്റുമാരെയും അവിടുത്തെ പാർട്ടിക്കാരെയും UDF-കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യല്ലേ, ഈ സാധുക്കൾക്ക് 4 വീടുണ്ടാവട്ടെ, മറ്റ് കാര്യങ്ങൾ MLA ഫണ്ടിൽ നിന്നും സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും ഞാൻ മാനേജ് ചെയ്ത് തരാം എന്ന് UDF പ്രസിഡന്റുമാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ തയ്യാറായില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം, അതിൽ നല്ലൊരു വിഭാഗം. കാരണം ഈ ലൈഫ് പദ്ധതിയിലേക്ക് നമ്മളൊരു വീടുണ്ടാക്കിയാൽ 4 ലക്ഷമാണ് എല്ലാം കൂടെ ആയിട്ട് വരുന്നത്. 4 ലക്ഷം കൊണ്ടൊരു വീടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ സഹായിക്കേണ്ടി വരും. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ, ഈ പറയുന്ന ലീഗായാലും കോൺഗ്രസ്സുകാരായാലും അവിടുത്തെ മെമ്പർമാർ ഇവർക്ക് ജനറൽ കട്ടൽ ആളുകളടുത്ത് വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഇവർക്ക് ടോയ്ലറ്റിലേക്കുള്ള സാധനങ്ങൾ ആരുടെയെങ്കിലും സ്പോൺസർഷിപ്പിൽ വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനത് വാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു വീട് അവിടെ നൽകിക്കഴിഞ്ഞാൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചുണ്ടാകുന്നത്. അത് ഏറ്റെടുക്കാൻ CPM തയ്യാറായിട്ടുള്ളൂ, മറുഭാഗത്ത് പലപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോൾ അവർക്കൊരടി മണ്ണിടാൻ ഈ ചങ്ങാതിമാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അരുൺ ഡോക്ടർ? നിങ്ങളൊന്ന് ആലോചിക്കൂ. തൊട്ട വീട്ടിൽ നിന്ന് ഒരു വീട് ഇവിടെ വെക്കുമ്പോൾ 4 ബക്കറ്റ് മണ്ണ് അപ്പുറത്ത് JCB ഒന്നും ഇങ്ങനെ ആക്കി ഇതിലേക്ക് ഇട്ടാൽ മതി. അതിന് ശശിധരൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആളുകളെ മുഴുവൻ എതിരാക്കുകയല്ലേ? മൊത്തത്തിൽ മലപ്പുറം ജില്ലയിലെ ഈ പറയുന്ന ലൈഫ് പദ്ധതിയെ ഇത് വളരെ ഭീകരമായി ബാധിച്ചിട്ടില്ലേ? അതാണ് ഒരു പോലീസ് ഓഫീസർ ചെയ്യേണ്ടത്. തീർന്നില്ല അരുൺ. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന് നിയമസഭയിൽ പ്രസംഗിച്ചതാണ്. എന്താ പ്രസംഗിച്ചത്? ലൈഫ് പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണം, അവരെ സഹായിച്ചു കൊടുക്കണം. അതിന് ഘടകവിരുദ്ധല്ലേ?